മേഘവിസ്ഫോടനമുണ്ടായ കിഷ്ത്വാർ സന്ദർശിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. നാളെയാകും അദ്ദേഹത്തിന്റെ സന്ദർശനം. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്കൊപ്പമായിരിക്കും വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലേക്ക് പ്രതിരോധ മന്ത്രി എത്തുക. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ജമ്മുകശ്മീരിൽ വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തം വലിയ നാശനഷ്ടം വിതയ്ക്കുകയും അത് ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്കൊപ്പം ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ, കത്വ മേഖലകൾ പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. കിഷ്ത്വാറിലുണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 60-ലധികം മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 160-ലധികം പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ആ അപകടം നടക്കുന്ന സമയത്ത്, മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് 1500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അതുകൊണ്ട് നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സൈന്യവും സംയുക്തമായാണ് അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. രക്ഷാദൗത്യവും ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. കത്വയിലുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി രക്ഷാദൗത്യവും ദുരിതാശ്വാസ പ്രവർത്തനവും പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മേഖലകൾ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ആവശ്യമായിട്ടുള്ള നടപടികൾ മുൻപോട്ട് കൂടുതൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകണം, അവ സംബന്ധിച്ചൊരു കൃത്യമായ വിലയിരുത്തൽ ഈ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി നടത്തും. കൂടാതെ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ളവരുമായി ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. ഒപ്പം തീർച്ചയായും ജമ്മു കാശ്മീരിലെത്തുന്ന പ്രതിരോധ മന്ത്രി ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തും. നിലവിൽ അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ സൈന്യത്തിൻ്റെ പ്രത്യേക അഭ്യാസ പ്രകടനവും നിരീക്ഷണവും നടത്തിയിരുന്നു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുത്തിയിരുന്നു. അത്തരം പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലകളിലെയും ഒപ്പം ജമ്മു കാശ്മീരിലെയും സുരക്ഷാ ക്രമീകരണങ്ങളും പ്രതിരോധ മന്ത്രിയുടെ യാത്രയിൽ അദ്ദേഹം വിലയിരുത്തും. അനു. ശരി ജിഷ്ണു.